ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആനുവൽ ഇവാലുവേഷൻ 2024-25 വർഷത്തെ ഇംഗ്ലീഷിൻ്റെ HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് എക്സാം. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് ലിസൺ ആൻഡ് ആൻസർ എന്നുള്ളതാണ്. ഹാവ് യു ലിസൺ ടു ദ സ്റ്റോറി? അപ്പോൾ നിങ്ങളുടെ ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തരും, അത് ലിസൺ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വൺ ഈവനിങ് അരുൺ വെൻ ടു എ പോണ്ട് നിയർ ഹിസ് ഹൗസ്. എന്താണ്, ഒരു ദിവസം വൈകുന്നേരം അരുൺ തൻ്റെ വീടിനടുത്തുള്ള ഒരു പോണ്ടിലേക്ക് പോയി. പോണ്ട് എന്ന് പറഞ്ഞാൽ കുളത്തിലേക്ക് പോയി. ഇറ്റ് വാസ് എ ബിഗ് പോണ്ട്. അതെന്താണ്, നല്ല വലിയ പോണ്ടാണ്. ദ പോണ്ട് വാസ് സറൗണ്ടഡ് ബൈ എ സ്റ്റോൺ വാൾ. അപ്പോൾ ആ പോണ്ടിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മളെ കല്ല് വെച്ച് ഇങ്ങനെ പടുത്തിട്ടുണ്ട്. ദർ വർ സ്റ്റെപ്സ് ടു ഗോ ഡൗൺ ഇൻ ടു ദ പോണ്ട്. ആ പോണ്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് താഴെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അരുൺ വാക്ക് ഡൗൺ ടു ദ സ്റ്റോൺ സ്റ്റെപ്സ്. അങ്ങനെ അരുൺ ആ ഒരു എന്താ പറയുക സ്റ്റെപ്പ്, കല്ലിൻ്റെ സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇറങ്ങി. എ ബിഗ് ഗ്രീൻ ഫ്രോഗ് വാസ് സിറ്റിംഗ് ഓൺ എ സ്റ്റെപ്പ്. അപ്പോഴാണ് ആ സ്റ്റെപ്പിൽ ഒരു വലിയ തവള ഇരിക്കുന്നതായിട്ട് കണ്ടത്. ഇറ്റ് ലുക്ക് അറ്റ് ഹിം വിത്ത് ഇറ്റ്സ് ബിഗ് ഐസ്. എന്താണ്, അപ്പോൾ അതിൻ്റെ ആ വലിയ കണ്ണ് വെച്ചുകൊണ്ട് അരുണിനെ ഒന്ന് നോക്കി. ബ്ലൂം, ഇറ്റ് ജംപ്ഡ് ഇൻ ടു എ പോണ്ട് ആൻഡ് സ്വാം എവേ. അങ്ങനെ അത് അരുണിനെ കണ്ടതും ബ്ലൂം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടിയിട്ട് നീന്തിപ്പോയി. അരുൺ സ്റ്റെപ്ഡ് ഇൻ ടു ദ വാട്ടർ. അങ്ങനെ എന്ത് ചെയ്തു, അരുൺ ആ വെള്ളത്തിലേക്ക് ഒന്നും കൂടെ സ്റ്റെപ്പ് വെച്ചു. ദ ക്ലിയർ കോൾഡ് വാട്ടർ കിസ്ഡ് ഹിസ് ഫീറ്റ്. അങ്ങനെ അവൻ്റെ കാലിൽ ആ ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം അവൻ്റെ കാലിൽ ഇങ്ങനെ തഴുകി. കിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തഴുകിപ്പോയി. ഹൗ കോൾഡ് ഇറ്റ് ഈസ്, ഹി എക്സ്ക്ലെയിംഡ്. അപ്പോൾ അവന് ആ അതിശയത്തിൽ പറഞ്ഞു, ഓ എന്ത് തണുപ്പാണ് വെള്ളത്തിന് എന്ന് പറഞ്ഞു. ഹി സാറ്റ് ഓൺ എ സ്റ്റെപ്പ്. അങ്ങനെ അവൻ ആ സ്റ്റെപ്പിൽ ഇരുന്നു. സഡൻലി ഹി ഫെൽറ്റ് സംതിങ് ടച്ചിങ് ഹിസ് ഫീറ്റ്. അങ്ങനെ പെട്ടെന്നാണ് അവൻ്റെ കാലിൽ എന്തോ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതായിട്ട് അവനക്ക് തോന്നിയത്. അയ്യോ, ഹി ജംപ്ഡ് ആപ്പ് ആൻഡ് ക്രൈഡ്. അങ്ങനെ അവൻ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് കരയാൻ വേണ്ടി തുടങ്ങി. ദെൻ ഹി ലുക്ക്ഡ് ഇൻ ടു ദ വാട്ടർ. അങ്ങനെ അവനെ വെള്ളത്തിലേക്ക് നോക്കി. ഹി സോ എ റെഡ് ഫിഷ് ഇൻ ദ വാട്ടർ. അപ്പോഴാണ് അവിടെ റെഡ് ഫിഷ് അവൻ കണ്ടത്. ഇറ്റ് വാസ് ഷൈനിങ്. അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് തന്നിട്ടുള്ള സ്റ്റോറി. ഓക്കെ, ടീച്ചർ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോറി. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദ ഫ്രോഗ് സോ അരുൺ. എന്താണ്, ആ ഫ്രോഗ് അരുണിനെ കണ്ടു. ഇറ്റ് ഡാഷ്. ഇറ്റ് എന്താ ചെയ്തത്, ജംപ്ഡ് ഔട്ട് ഓഫ് ദ പോണ്ട്. ആ പോണ്ടിൻ്റെ പുറത്തേക്ക് ചാടി. ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. പോണ്ടിൻ്റെ ഉള്ളിലേക്ക് ചാടി. ജംപ്ഡ് അപ്പ് ഓൺ എ റോക്ക്. ഒരു കല്ലിൻ്റെ മുകളിലേക്ക് ചാടി. എന്താ ചെയ്തത്, ജംപ് ഇൻ ടു ദ പോണ്ട് അല്ലേ, അത് പോണ്ടിൻ്റെ ഉള്ളിലേക്കാണ് ചാടിയത്. സെക്കൻഡ് വൺ, വാട്ട് കളർ വാസ് ദ ഫ്രോഗ്. ആ ഫ്രോഗിൻ്റെ കളർ എന്തായിരുന്നു, റെഡ് ബ്ലൂ ഗ്രീൻ. ഏതാണ്, ഗ്രീൻ കളറായിരുന്നു അല്ലേ. തേർഡ് വൺ, അരുൺ ക്രൈഡ് അയ്യോ ആൻഡ് ജംപ്ഡ് അപ്പ്. വാട്ട് ഡിഡ് ദ ഹി ഷൗട്ട് അയ്യോ. അരുൺ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു അല്ലേ. അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞത് അവൻ എന്തിനായിരുന്നു അയ്യോ എന്ന് പറഞ്ഞത്. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണെന്ന് നോക്കണം. ഹി ഫെൽ ഇൻ ടു ദ പോണ്ട്. അവൻ വെള്ളത്തിലേക്ക് വീണതുകൊണ്ട്. ഹി ഫെൽ സംതിങ് ടച്ചിങ് ഹിസ് ഫീറ്റ്. അവൻ്റെ കാലിൽ എന്തോ ടച്ച് ചെയ്തതുപോലെ അവർക്ക് ഫീൽ ചെയ്തതുകൊണ്ട്. ഹി സോ എ സ്നേക്ക്. അവനൊരു പാമ്പിനെ കണ്ടതുകൊണ്ട്. എന്തുകൊണ്ടായിരുന്നു, ഹി ഫെൽ സംതിങ് ടച്ചിങ് ഹിസ് ഫീറ്റ് അല്ലേ, അവന് കാലിന് എന്തോ ടച്ച് ചെയ്തത് കൊണ്ടാണ് അവൻ അയ്യോ എന്ന് പറഞ്ഞത്. ഫോർത്ത് വൺ, വാട്ട് ഡിഡ് ഹി സീൻ ഇൻ വാട്ടർ. അവൻ എന്താണ് വെള്ളത്തിൽ കണ്ടത്. എ ലിറ്റിൽ ടോട്ടോയിസ്. ഒരു ചെറിയ ടോട്ടോയിസിനെ. എ റെഡ് ഫിഷ്. ഒരു റെഡ് ഫിഷിനെ. എ സ്മോൾ ബോട്ട്. ചെറിയ ഒരു ബോട്ടിനെ. എന്താ കണ്ടത്, എ റെഡ് ഫിഷാണ് അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫിഫ്ത്ത് വൺ, അരുൺ സാറ്റ്. അരുൺ ഇരുന്നു. ഡാഷ്. എവിടെയാണ്, ഓൺ ദ സ്റ്റെപ്പ്. സ്റ്റെപ്പിലിരുന്നു. ഓൺ എ റോക്ക്. ഒരു കല്ലിൻ്റെ മുകളിലിരുന്നു. ഓൺ ദ ബൗണ്ടറി വാൾ. ആ ഒരു ബൗണ്ടറി വാൾ ഇങ്ങനെ ചുറ്റും കെട്ടിയിട്ടുള്ള ആ ഒരു മതിലുമേ ഇരുന്നു. എന്തിലായിരുന്നത്, ഓൺ ദ സ്റ്റെപ്പ് അല്ലേ, സ്റ്റെപ്പിലാണ് അവൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരം. അപ്പം നിങ്ങൾക്ക് എന്തായാലും ആക്ടിവിറ്റി 1 ആയിട്ട് വരുന്നത് ഒരു സ്റ്റോറി ടീച്ചർ പറയും. അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിരിക്കും. അപ്പോൾ ടീച്ചർ പറയുന്ന സ്റ്റോറി നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 2 നോക്കാം. റീഡ് ആൻഡ് റൈറ്റ് എന്നുള്ളതാണ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. താഴെ നമുക്കൊരു സ്റ്റോറി തന്നിട്ടുണ്ട്, അത് വായിച്ച് അതിനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. എ ടോട്ടോയിസ് വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. എന്താണ്, ഒരു ടോട്ടോയിസ്, ഒരു ആമ ഒരു മരത്തിൻ്റെ താഴെ വിശ്രമിക്കുകയായിരുന്നു. എ ബേർഡ് ഹാഡ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ എ ബ്രാഞ്ച് ഓഫ് ദ സെയിം ട്രീ. അപ്പോൾ ആ ഒരു മരത്തിൻ്റെ മുകളിൽ എന്തുണ്ട്, ഒരു പക്ഷിയുടെ കൂടുണ്ടായിരുന്നു. ലുക്കിംഗ് അറ്റ് ദ നെസ്റ്റ്. അപ്പം ടോട്ടോയിസ് ആ ഒരു നെസ്റ്റിലേക്ക് നോക്കി. ദ ടോട്ടോയിസ് ലെഫ്റ്റ് അറ്റ് ദ ബേർഡ് ആൻഡ് സെയ്ഡ്. അങ്ങനെ ടോട്ടോയിസ് ചിരിച്ചുകൊണ്ട് ആ ബേർഡിൻ്റെ അടുത്ത് പറയാണ്, വാട്ട് എ ഷെബി ഹോം യു ഹാവ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ബ്രോക്കൻ ഡ്രൈ
twigs. It has no roof. അപ്പോൾ പറയുകയാണ് എന്ത് വൃത്തി അല്ലെങ്കിൽ എന്ത് രസമില്ലാത്ത വീടാണ് നിൻ്റെ, എന്താണ് കുറേ ബ്രോക്കൺ ആയിട്ടുള്ള കുറച്ച് കമ്പും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയൊരു വീട്, റൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല. യെസ് ദോ ഇറ്റ് ലുക്ക് ഡേർട്ടി ടു യു, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ടു മീ, ഐ ഹാവ് ബിൽഡ് ഇറ്റ് വർക്കിംഗ് ഹാർഡ് സോ ഐ ലൈക്ക് ഇറ്റ്, റിപ്ലൈഡ് ദ ബേർഡ്. അപ്പോൾ ബേർഡ് പറയാണ് എന്താണ് നിനക്കിത് ഡേർട്ടി ആയിട്ട് ഒരു വൃത്തിയില്ലാത്തതൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ എനിക്കിതെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളതാണ്, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്, എനിക്കിത് ഇഷ്ടമാണ് എന്ന് ബേർഡ് പറയാണ്. സി മൈ ബ്യൂട്ടിഫുൾ ഷെൽ ഹൗ നൈസ് ഇറ്റ് ഈസ് സെഡ് ദ ടോട്ടോയ്സ്. അപ്പോൾ ടോട്ടോയ്സ് പറയാണ് നീ എന്നെ നോക്ക്, എൻ്റെ ഷെല്ലൊക്കെ എത്ര ഭംഗിയുള്ളതാണ്, എത്ര നൈസാണ് എന്ന് നോക്കെന്ന് പറയാണ്. ക്യാൻ യു പ്രൊട്ടക്റ്റ് യുവർ ഫാമിലി ഇൻസൈഡ് യുവർ ഷെൽ ദ ബേർഡ് ആസ്ക്ഡ്. അപ്പോൾ ബേർഡ് ചോദിക്കുകയാണ് നിൻ്റെ ഷെല്ലിൻ്റെ അടുത്ത് നിൻ്റെ ഫാമിലിയെയും കൂടെ നിനക്ക് സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നോ സെഡ് ദ ടോട്ടോയ്സ്. അപ്പോൾ ടോട്ടോയ്സ് പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ടോട്ടോയ്സ് മൈ ഹോം ആസ് ഇനഫ് സ്പേസ് ഫോർ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് വൈ ഐ കോൾ മൈ നെസ്റ്റ് എ സ്വീറ്റ് ഹോം. അപ്പോൾ ടോട്ടോയ്സിനോട് പറയാണ് ടോട്ടോയ്സ് എൻ്റെ വീടെന്ന് പറയുന്നത് എനിക്കും എൻ്റെ ഫാമിലിക്കും അത്യാവശ്യമുള്ള സ്ഥലമുള്ള ഒരു വീടാണ്, അതുകൊണ്ടാണ് ഇതിനെ നെസ്റ്റ് എന്ന് വിളിക്കുന്നത്, ഇതെൻ്റെ സ്വീറ്റ് ഹോം ആണെന്ന് പറയാണ്. ദ ടോട്ടോയ്സ് ഫെൽറ്റ് അഷെയിംഡ്, ഇറ്റ് ഹാസ് നോ വേർഡ്സ് ടു റിപ്ലൈ. അപ്പോഴാണ് ടോട്ടോയ്സിന് ലജ്ജ തോന്നിയത്. അങ്ങനെ ടോട്ടോയ്സ് പിന്നെ റീപ്ലൈ ഒന്നും കൊടുത്തില്ല. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റോറി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് വായിക്കാം. ഓക്കെ, നൗ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ കണ്ടെത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? എ ബേർഡ് ആൻഡ് എ റാബിറ്റ് ആൻഡ് എ ടോട്ടോയ്സ് ആൻഡ് എ ബേർഡ്. ഏതൊക്കെയാണ്? എ ടോട്ടോയ്സും എ ബേർഡുമാണ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് വന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ബേർഡ് ബിൽഡ് ഇറ്റ്സ് നെസ്റ്റ് വിത്ത്. ബേർഡ് അതിൻ്റെ നെസ്റ്റ് ഉണ്ടാക്കി എന്തുകൊണ്ടാണ്? ലീവ്സ് കൊണ്ടാണ്, ബ്രോക്കൺ ഡ്രൈ ട്വിഗ്സ് കൊണ്ടാണ്, മഡ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ബ്രോക്കൺ ഡ്രൈ ട്വിഗ്സ് കൊണ്ടാണ് അല്ലേ, ചെറിയ ചുള്ളിക്കമ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. തേർഡ് വൺ, ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് ടോപ്പ് കവറിങ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിനെ ടോപ്പായിട്ട് കവർ ചെയ്യുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? സ്പേസ്, റൂഫ്, ഷെല്ല്. ഏതാണ്? റൂഫാണ് അല്ലേ, റൂഫാണ് നമ്മൾ മേലെ കെട്ടുന്നതിനെ റൂഫ് എന്നാണ് പറയുക. ദെൻ ഫോർത്ത് വൺ, വൈ ഡിഡ് ദ ടോട്ടോയ്സ് ഫീൽ അഷെയിംഡ്? എന്തുകൊണ്ടാണ് ടോട്ടോയ്സിന് ഒരു ലജ്ജ തോന്നിയത്? പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. ഏതാണോ റൈറ്റ് ആൻസർ അതിന് ടിക്ക് ചെയ്യാം. ഈ കനോട്ട് ഫ്ലൈ ആയി, അതിന് നന്നായിട്ട് മുകളിലേക്ക് പറക്കാൻ പറ്റില്ല. ഈ കനോട്ട് പ്രൊട്ടക്റ്റ് ഹിസ് ഫാമിലി ഇൻസൈഡ് ഹിസ് ഷെൽ. എന്താണ്? അതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കനോട്ട് റൺ ഫാസ്റ്റ്, അതിന് നന്നായിട്ട് ഓടാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ കനോട്ട് പ്രൊട്ടക്റ്റ് ഹിസ് ഫാമിലി ഇൻസൈഡ് ഹിസ് ഷെൽ അല്ലേ, അതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഫാമിലിയെ ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് അഷെയിം അല്ലെങ്കിൽ ലജ്ജ തോന്നിയത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ബേർഡ് കോൾ ഇറ്റ്സ് നെസ്റ്റ് എ സ്വീറ്റ് ഹോം? എന്തുകൊണ്ടാണ് ബേർഡ് അതിൻ്റെ വീടിനെ സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അവിടെ പറഞ്ഞു അല്ലേ, അത് അതിൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദ ടോട്ടോയ്സ് മൈ ഹോം ആസ് എ ഇനഫ് സ്പേസ് ഫോർ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ദാറ്റ്സ് വൈ ഐ കോൾ മൈ നെസ്റ്റ് ഓക്കെ എ സ്വീറ്റ് ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂട്ടുകാർ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3 ആണ്. അറ്റംപ്റ്റ് എനി 3 ആക്ടിവിറ്റീസ് ഫ്രം 3 to 6. 3 മുതൽ 6 വരെയുള്ളതിൽ ഏതെങ്കിലും 3 ആക്ടിവിറ്റീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ആക്ടിവിറ്റി നമ്പർ 3 അഡ്വർടൈസ്മെൻ്റ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ, റീഡ് വാട്ട് ഈസ് റിട്ടൺ. ഇവിടെ എന്താണ്? ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. എന്താണ്? ഇവിടെ ഡ്രസ് ലാൻഡ് ആണല്ലേ. അവിടെ വി ഹാവ് എ വൈഡ് കളക്ഷൻ ഓഫ് ഡ്രസ്സസ് ഫോർ മെൻ, വുമൺ ആൻഡ് കിഡ്സ്. എന്താണ്? അവിടെ മെന്നിനും വുമണ്ണും കിഡ്സിനൊക്കെ നന്നായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രിപ്പയർ ആൻ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ ഷോപ്പ്. അപ്പോൾ ഈ ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെന്താണ്? നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ 3rd ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി 4th വൺ നോക്കാം. തോട്ട്സ് ആണ്. ദ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് സെഡ് ഗുഡ് ബൈ ടു ദ എൽഫ്സ്. എന്താണ്? എൽഫ്സിനോട് നമ്മുടെ ഷൂ മേക്കറും വൈഫും ഗുഡ് ബൈ പറയാണ്. ദ എൽഫ്സ് ഡിസപ്പിയേർഡ്. അങ്ങനെ എൽഫ്സ് എന്താണ്? അവിടുന്ന് ഡിസപ്പിയേർഡ് ആയി. ദ ഷൂ മേക്കേഴ്സ് വൈഫ് തോട്ട് അബൌട്ട് ദെയർ ഗുഡ് ഡീഡ്സ്. അപ്പോൾ നമ്മുടെ ഷൂ മേക്കറിൻ്റെ വൈഫ് അവരുടെ ആ ഒരു ഗുഡ് ഡീഡ്സിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. റൈറ്റ് ഹെർ തോട്ട്സ്. അപ്പോൾ ആ തോട്ട്സ് ആണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അപ്പോൾ അവരെന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, അവരുടെ ഇമോഷൻസ് എന്തൊക്കെയായിരിക്കും, ഫീലിങ്സ് എന്തൊക്കെയാണ്, അവരുടെ പേഴ്സണൽ റിഫ്ലക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആഡ് മോർ ലൈൻസ് ആണ്. ദ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് സ്റ്റാർട്ടഡ് എ ന്യൂ ഷോപ്പ്. എന്താണ്? ഷൂ മേക്കറും വൈഫും കൂടെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങി. ദ വർക്ക്ഡ് ഹാർഡ് ആൻഡ് മെയ്ഡ് വണ്ടർഫുൾ ലെതർ ഐറ്റംസ്. അങ്ങനെ അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് പുതിയ പുതിയ ലെതർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ദ സാങ് ജോയ്ഫുൾ ടുഗെദർ. അങ്ങനെ അവർ എന്താണ്? നല്ല സന്തോഷത്തിൽ പുതിയ പാട്ട് പാടാൻ വേണ്ടി തുടങ്ങുകയാണ്. ഹിയർ ആർ സം ക്യാപ്സ്, പ്രെറ്റി ന്യൂ ക്യാപ്സ്, വിയർ ദം ഓൺ യുവർ ഹെഡ്സ് ആൻഡ് പ്ലേ എലോങ് സ്മാർട്ട്. എന്താണ്? ഞങ്ങളിവിടെ പുതിയ ക്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല പ്രിറ്റിയാണ്, ഇത് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് നല്ല സ്മാർട്ട് ആവാം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്? ബാഗ് ആണല്ലോ. അപ്പോൾ ഹിയർ ആർ സം ബാഗ്സ് ദർ, പ്രിറ്റി ന്യൂ ബാഗ്സ്, ദെൻ വിയർ ദം ഓൺ യുവർ എവിടെയാണ്? യുവർ ഷോൾഡർ ആൻഡ് പ്ലേ എലോങ് സ്മാർട്ട് എന്ന് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ഷൂ ആണ്. ഷൂവും ഇതേപോലെ തന്നെ എഴുതി കൊടുക്കുക. ഹിയർ ആർ സം ഷൂസ്, പ്രിറ്റി ന്യൂ ഷൂസ്, വിയർ ദം ഓൺ യുവർ ലെഗ്സ് ആൻഡ് പ്ലേ എലോങ് വിത്ത് സ്മാർട്ടോ അല്ലെങ്കിൽ എന്താണ് എനർജറ്റിക്കോ എന്ത് വേണേലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ആഡ് മോർ ലൈൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് എഴുതിയാൽ മാത്രം മതി. ലാസ്റ്റ് ആക്ടിവിറ്റി ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് എന്നുള്ളതാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേജർ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. എന്നാണ് താഴെ കുറച്ച് സ്റ്റോറിയിലെ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ഡെവലപ്പ് ദ ഇവൻറ്റ്സ് ഇൻ ടു എ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ നിങ്ങളുടെ വേർഡ്സിൽ ഇത് എന്താക്കണം? ഒരു സ്റ്റോറി ആക്കി എഴുതണം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഒരു കുട്ടിയും അതിൻ്റെ ഡോഗും കൂടെയാണ്. അവർ രണ്ടുപേരും കളിക്കുകയാണ് രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത്. എന്നിട്ട് നമ്മുടെ ഡോഗ് താഴെ വീഴുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്? നമ്മുടെ ബോയ്, അപ്പോൾ അവരെന്താണ്? റണ്ണിങ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ബോയ് എന്താ ചെയ്യുന്നത്? ആ ഒരു ഡോഗിനെയും എടുത്തുകൊണ്ടാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വോൺ ചെയ്തു, അവർ രണ്ടുപേരും ഹാപ്പിയായി എന്നാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.